ഞാൻ വെച്ചാണ് പറയുന്നത്. ശ്യാമളമ്മ ഉണ്ടാക്കി തരത്തില്ലല്ലേ? ശ്യാമളമ്മ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴല്ലേ എനിക്ക് ചുമ്മാന്നോ? നല്ല അമ്മ ചുമ്മാ പറഞ്ഞു കേട്ടായിരുന്നോ? ഒന്നും കൊണ്ട് കളയല്ലേ കളയല്ലേ? മാല ഊരല്ലേ? അമ്മ എന്തോ വാള ഊരല്ലേ? ഇല്ല. എന്റെ ഫോൺ എടുത്തോ നീയാ? എന്റെ ഫോൺ പൊട്ട് കൊണ്ട് കളഞ്ഞേക്കല്ലേ? ഇന്ന് മാല ചേച്ചി പെണ്ണോ താഴെ വരെ വരുന്നില്ലേ ഉമ്മ? ഉമ്മ ഞാൻ അമേരിക്ക പോണോ ജയിപ്പോ കേട്ടോ? നിക്കാനാ ഞാനും പറ്റേ കൈ ഇവിടെ ഇതൊക്കെ വേണം. അപ്പേ ബസ് വരുമ്പോ നമുക്ക് താഴെ ഇരുന്നാലോ? ബസ് വരുമ്പോ നോക്കാം. ഒരു അമ്മച്ചൊരു കസാര ഉണ്ടാ, ആ കസാര ഇരിക്കാം. അപ്പൊ അമ്മച്ചക്ക് ഒരു കസാര ഉണ്ട്, ആ കസാര ഇരിക്കാം. അവിടെ നിന്ന് വഴക്കുണ്ടാക്കുവോ? കാറുവോ? കാറിട്ടുണ്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. സ്കൂളിൽ എടുത്തില്ല പറഞ്ഞത്. അമ്മച്ചി ഉണ്ടോ? നമുക്ക് അമ്മച്ചി എത്തിക്കാം. ഇവിടെ ആ രാജാട്ടി എന്തിയേ? ഞങ്ങള് പോണം. രാജേട്ടൻ എന്ത് ചെയ്യുന്നു? വാർത്ത കാണുവാണോന്ന്? അമ്മച്ചിയുടെ ഇത് എനിക്ക് അമ്മച്ചി എത്തിക്കാം. സലാമുകളുണ്ട്. ഞാൻ വീട്ടിൽ പോവാ. വീട്ടിലോ? വീട്ടിലോ? വീട് പുറകെ അവിടെ അല്ലേ? വാ വേണ്ട വാ. ആരും എഴുന്നേറ്റില്ലേ? വാ. ബൈപ്പാസ് മതി. ബൈപ്പാസ് മതിയോ? ഇത് അവിടെയൊക്കെ മഞ്ഞ് ഉണ്ടോ? ആ മലയാളം മേളുവശം കാണത്തില്ലോ, മഞ്ഞ. തലകത്ത് വീഴും കേട്ടോ. കുഴപ്പമില്ലേ? അതൊക്കെ അമ്മച്ചി ഉണ്ടോ? സ്കൂളിൽ പോകുന്നില്ലടി? അതല്ല വേറെ കാര്യം പറഞ്ഞല്ലോ.
പിന്നെ എന്താ പറഞ്ഞത്? വളയൂരില്ല, പിന്നെ മാല പൊട്ടിച്ചില്ല, പിന്നെ എന്തെങ്കിലും പറഞ്ഞു? പൊട്ട് വായിക്കരുത്. ആ, ഇത് 3 ഞാൻ തിരിച്ചു വരുമ്പോ നോക്കും. ഇല്ലെങ്കിലാ നാരായണ ഭീകരതയാണോ ഡി? അയ്യോ ഇതാണല്ല. ഏത് ഇതാണോ? ആണോ? ആ ഇതാണോ അമ്മച്ചിയുടെ? മാറുവോ? നേരെ വീട്ടിൽ അതൊക്കെ അമ്മച്ചിയുടെ പോണോ? പോണെങ്കിൽ അങ്ങോട്ട് നടക്കണം, ഇവിടുന്ന് പറന്നങ്ങോട്ട് ചെല്ലി തരാം. മനസ്സിലായോ? ഇതാണോ? ആ ഇതാണോ അമ്മച്ചിയുടെ? ഇതാണോ? അതാ പണിയാ അടുക്കള. അടുക്കള മീൻ പെട്ടോ എന്തോ പണിയാ? എനിക്കറിയാവോ? എഴുന്നേറ്റില്ല. അതെല്ലാം തോന്നുന്നു. വരുത്തുള്ളൂ കേട്ടോ. ഇവിടെ നിൽക്കണേ. അവിടെ നിൽക്കുന്നു, ഇവിടെ നിർത്തുന്നേ. നീ ഇത് പിടിക്കുവോ അതോ കയറ്റി വിടുവോ? അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും. ഇതല്ലേ? ആ ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്തുണ്ട് ഈ സാധനം തോരൻ വെക്കുന്നു. ഇതിൻ്റെ ഈ കായില്ലേ, പക്ഷെ ഇത് വിഷം എന്തോ ഒരു ഇതുണ്ട്. ഇത് തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടാണ് പറയുന്നത്. എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. ഈ നിൽക്കുന്ന മൊത്തം അതാ നിറച്ചു അതിന് മഴ വരെ. ആ സ്കൂളിലോണ്ട് വന്നാൽ എരുമേലി അല്ലേ, പൊൻകുന്നോ? ആ എരുമേലിലൊരു സ്കൂളുണ്ടായിരുന്നു, പക്ഷെ അവിടെക്കാട്ട് നല്ല ഇതാന്ന് വെച്ചിട്ടാണ്. സ്കൂൾ ബസ് രാവിലെ ഇവിടെ വരുമോ, വൈകിട്ട് അങ്ങ് ബൈപ്പാസിൽ പോയി. ഞാനേ ഒരു സാധനമൊക്കെ ഉണ്ടാക്കത്തില്ലേ മണ്ണ് വെച്ച്, ഇത് ഉറുമ്പിൻ്റെ മണ്ണാ, ഇതെടുത്താൽ മതി. നല്ല പരിമണി. ശ്യാമളമ്മ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. മതിയോ മതിയോ മതിയോ? അല്ല
കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയില്ല, അവള് കയറിയില്ല, അങ്ങ് പോയി. പിന്നെ എന്നാ പറഞ്ഞെന്ന് അറിയത്തില്ല. എന്നാ കേറിയിട്ട് അവള് നോക്കി. അവളെന്തേ കടുമ്പട്ടെന്തേ? രാവിലെ ഒരു ഊളക്കറി ഉണ്ടാക്കി എന്തി അവളെങ്ങനെ തീർക്കും. അകത്ത് കയറി പരിശോട്ടോ അവള്. വൈകിട്ട് അപ്പുറത്ത് വരത്തുള്ളൂ. എന്റെ രൂപമൊന്നും പിന്നെ വീടിക്കകത്ത് വിട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല. ആണോ? ഇതന്നെ എന്തും ആയിക്കൊള്ളട്ടെ. എന്റെ രൂപം വീടിക്കകത്ത് കണ്ട നാണക്കാനാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. ഈ നൈറ്റ് കണ്ടാലും ഞാൻ പറഞ്ഞു കിഴുത്തണ്ട അതിന്. അതൊക്കെ മാറ്റി പറയുന്നേ. അത് ചില്ലറ ഞാൻ എടുക്കാൻ പോകുന്നില്ല. അല്ല എത്രയാ വണ്ടിക്കൂലി? എത്രയാ? 10 20 രൂപ. 10 രൂപ വണ്ടിക്കൂലി. ബാക്കി എത്ര കാണുമല്ലോ അല്ലേ? എത്ര തന്നേ? 200. ആരാ 20 വണ്ടിക്കൂലി മേടിച്ചു വെച്ചോ, ചെലവാക്കണ്ട ചേട്ടാ. അത് ആ കീറിയത് കാണിച്ചു കഴിഞ്ഞാല് നീ ചേട്ടായിക്ക് തന്നെയല്ലേ നടക്കരുത്. നിനക്ക് വേറെ ഇല്ലാത്തോണ്ടല്ലേ? നേരെ പക്ഷെ എനിക്കിപ്പോ ഒരു ജോലിക്കാരിയാ ഞാൻ വിചാരിച്ചു. എന്നിട്ട് ചേട്ടായി നടക്കരുത്. വേറെ ഇല്ലല്ലോ. ആ വേറെ ഇല്ല. ഇല്ല, ഉറപ്പാണല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ കാണിച്ചു തരാവേ. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ കൊച്ചു പോട്ടെ. ചെരുപ്പിടാണോ? എടാ നിനക്ക് എന്ത് ചെരുപ്പുണ്ട് നാരായണി? ഇതിന് പറ്റിയ ചെരുപ്പൊന്നും എനിക്ക് തകർച്ചറിയാം. ഒരു ഡ്രസ്സിന് ഒരു ചെരുപ്പുണ്ടോ? അങ്ങനൊക്കെ ഉണ്ട്. എന്റെ കൊണ്ടു ശ്യാമളമ്മ ഈ ചെരുപ്പാക്ക് കൊടുത്തിട്ട് വേറെ മേടിച്ചോ? ശ്യാമളമ്മ അവിടെ കാശുണ്ട് തരും. അയ്യോ അവളോട് പറയണം. പറയാം, എനിക്ക് ആ ഗുളിക മേടിക്കുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. എളുപ്പം മേടിച്ചേ? അല്ല വേണ്ട. ആരാ? സാൻമരിയുടെ ഗുളിക പറഞ്ഞാ ഗുളിക ഇങ്ങനെ ആര് പോകാനോ? 3 ദിവസത്തെ ഗുളികയേ ഉള്ളൂ. അമ്മേനല്ലേ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മേനെ ഇങ്ങനെയും പറയും. അതിന് ഗൂഗിൾ പേ ചെയ്താൽ മതിയായിരുന്നു. അറിയാം, അതിന് അവിടുത്തെ ഗൂഗിൾ പേ ഉണ്ടോ കയ്യില്? അല്ല ഇതുണ്ടോ? പറഞ്ഞാ ഞാൻ മേടിക്കുന്നത് എപ്പോഴാ? അത് ഗൂഗിൾ പേ എപ്പോഴാ? എന്നാ പോയിട്ട് പോയി വിളിച്ചോളൂ. നീ പറഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സാധനം വരെ വിളിച്ചാൽ മതിയോ? അത് കടയിൽ കയറുന്ന സമയം, പിന്നെ സ്റ്റാൻഡിൽ എത്തുന്ന സമയം. അതും കൂടെ കൂട്ടി അമ്മ എത്ര വീട് എനിക്ക് അങ്ങനെ പിന്നെ ബസ് ഇരുന്ന് കണ്ടുള്ള ഇതേ ഉള്ളൂ. എന്തായാലും പറ. ഇറങ്ങാറിയോ? നെന്മേനി അല്ലേ? നെന്മേനിയല്ലേ? നെന്മേനിയല്ലേ? അമ്പലത്തിൽ പോയില്ലേ? അവിടെ വേണ്ട പൊറോട്ട കിടക്കണം. അവളെ വിളിക്കണം. കല്യാണം കഴിഞ്ഞ ഒരു വർഷങ്ങളൊക്കെ കഴിയുമ്പോ പിന്നെ ഭാര്യയും കൊള്ളത്തില്ല, ഡ്രസ്സിങ്ങും കൊള്ളത്തില്ല, അവളുടെ ഒന്നും കൊള്ളത്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ആളെ തൊട്ട് പുള്ളി ഇങ്ങനെ നടക്കുമ്പോ ഞാൻ എന്നാ പറയണം? എനിക്കും പറയാനുണ്ടല്ലോ, അയ്യോ താടി കൊള്ളത്തില്ല, നരപ്പിച്ച് നടന്നു, അങ്ങനെ നടക്കുന്നു, അയ്യോ ചെരുപ്പില്ലാതെ നടക്കുന്നു, എനിക്കെന്തൊക്കെ പറയാൻ വരുന്നു? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഒന്നും കൊള്ളത്തില്ല. ഇത് കൊള്ളാം, നടക്കണമെന്നേ. അപ്പൊ കൊള്ളിക്കൂടെ നടക്കണം, നല്ല മിടുക്കിയായിട്ട് നടത്ത് അല്ലേ. എത്ര നേരമായി
ഒന്നാ തല വയ്യ. നീ അതിനകത്ത് കയറുന്ന കത്തൊന്നുമല്ലോ, വെറല്ലേ കത്തുന്നേ? എന്നിട്ടെന്താ കത്താത്തെ? അത് കത്താന്ന് ഊതി കൊടുക്കാൻ ഊതി ഒന്നാ തലവേദന. രാത്രി തൊട്ട് തുടങ്ങിയ തലവേദന. 2-3 വർഷം കമ്പോളം വെക്കുന്നത്. തലവേദന വെച്ചാണ് ഒരു വീട്ടിൽ ഞാൻ പോയത്. കറിയെങ്കിലും ഉണ്ടാക്കി കൊടുത്തപ്പോ അത് ഗുണമില്ല. ഈ ഒരു ഭാഗം അനക്കത്തില്ല. അതുകൊണ്ടാണ് പോയതായിരിക്കും. അല്ല നല്ല സൂപ്പറായിട്ട് കറി ഉണ്ടായി. ഉണ്ടാതിരിക്കോ പോയി കുറ്റപ്പെടുത്തി കേട്ട് മടുത്ത് ജീവിതം എടുത്ത് അതിൻ്റെ അത് എൻ്റെ ഇന്നത്തെ ഒരു അന്നുണ്ടായിരുന്നു. ഞാൻ കല്യാണമേ കഴിക്കത്തില്ല. ഇന്ന് നിനക്ക് വിവരം ഉണ്ടെന്നാണോ നീ പറയുന്നത്? അപ്പൊ അല്ല, ഇന്ന് നിനക്ക് വിവരം ഉണ്ടെന്നാണോ അപ്പൊ നീ പറയുന്നത്? ഉണ്ടോ? എനിക്കറിയത്തില്ല. ഇതൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവൾ ഇറങ്ങി. ആ ശരി ശരി. തൊലി എത്തിയിട്ടേ കട്ട് ചെയ്യണം, എന്നിട്ട് വെള്ളത്തിൽ ഇടണം. ശ്രദ്ധയില്ല കേട്ടോ മറ്റൊരു വെക്കുന്നത്. പച്ചമുളക് ഇല്ലല്ലേ? നീ എന്നാ കുഞ്ഞിനെ കൊണ്ട് പാവക്കാട് അണ്ണൻ്റെ കട നിൽച്ച് മേടിക്കാൻ. പിന്നെ അവളെ കണ്ടോ? അല്ല, അങ്ങോട്ട് പോയപ്പോൾ ഇവർ വരുമെന്ന് പറഞ്ഞ് ധൃതിക്കല്ലേ പോകുന്നത്. എപ്പോഴാണ് ബസ് വരുന്നത് അറിയത്തില്ല. പച്ചമുളക് ഇല്ലെന്ന് ഓർത്തെ പറമ്പിൽ പോയി നോക്കിയപ്പോൾ 2 കിട്ടി. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം. ഇതൊരു ഗോൾഡൻ കളർ വരുന്നവരെ ഇളക്കിക്കൊണ്ടില്ല. ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മല്ലിപ്പ് ഇതുണ്ട്, ജീരകം, പെരിഞ്ചീരകം അത് ശരിയിട്ട് കൊടുക്കാം. ശ്യാമളമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി കറപ്പിച്ചെടുക്കുന്നത്. എനിക്ക് അത്രയും കറപ്പിച്ച് ഇഷ്ടമില്ല. എനിക്കൊരു ഗോൾഡൻ കളറ് കഴിഞ്ഞ് കുറച്ചും കൂടെ ആ ഒരു രീതി ഞാൻ വാങ്ങും. ശാമ്പവി കൊണ്ട് ഇപ്പം മണം പിടിച്ച് വന്നേനെ. മണം കിട്ടുന്ന ഒരു സമയമായിട്ട് ഉടക്കമാണെങ്കിൽ പോലും എന്നിട്ടില്ല ഇത്ര മണം വന്നാൽ. ഏകദേശം എനിക്കത് മതിയെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഇടാം. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മല്ലി മുളകുമാണ് വേണ്ടത്. അങ്ങനെ മല്ലി മുളക് അങ്ങനെ പൊടിയല്ലാതെ മല്ലിയായിട്ട് മുളകായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇട്ട് ഇതിൻ്റെ കൂടെ ഇതാക്കിയെടുക്കണം. ഇത് പൊടിയായതുകൊണ്ട് പെട്ടെന്നങ്ങാവും. തീ കുറവായതുകൊണ്ട. തീ കൂടുതലുണ്ടെങ്കിൽ ആയിരിക്കും. വെറുതെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് തിന്നും. അന്നേരം കിട്ടും ടേസ്റ്റാണ്. ഒന്ന് തണുപ്പിച്ചിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് അടിച്ചുകൊണ്ട് വന്നു.
ഈ പരുവത്തിൽ കിട്ടും അരച്ച് കഴിയുമ്പോൾ. ബാ ഇവിടെ വെന്തിരിക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിനകത്തോട്ടൊക്കെ ആ അരപ്പങ്ങ് പിടിക്കത്തുള്ളൂ. അവസാന പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് കടുക് പൊട്ടിക്കണം. എൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് ഒരു മണിയായി. ബാ ചോറിനാ. ഞാൻ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റിൻ്റെ അത്രയും അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഉദ്ദേശിച്ച അത്ര വന്നില്ല. ഈ സാധനം എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. പക്ഷേ എന്നാലും ഞാൻ ഷാമ്പൂ ഉണ്ട് ഇപ്പം സൂപ്പറാന്ന് പറഞ്ഞാൽ എന്നാ കൊള്ളത്തില്ലേലും വീടെടുക്കാൻ പറയുന്നത്. ഇപ്പൊ ഇറങ്ങിയപ്പോ അവളെ സ്വപ്നം കണ്ടു നടക്കുക. അവളവിടെ നിന്ന് ഇങ്ങനെ TV വെച്ചോണ്ടിരിക്കുന്നതൊക്കെ പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. രാവിലെ നിന്റെ മോശമാണ്. തീയലിൽ അങ്ങോട്ട് വരുന്നില്ലല്ലോ അല്ലേ? ഇത് വറുത്തരച്ച കറി അത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലോ. എന്തെങ്കിലും മാറ്റി കിട്ടോ? ഇല്ലെന്നേ. അതാ എനിക്ക് ജീരകത്തിന് എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു. ഏജീരം ഇട്ടെ പെരുംജീരകം. വേറൊന്നും അങ്ങനെ മാറാൻ വഴിയില്ല. ബാക്കിയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ. അല്ല, സംഭവം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പരുത്ത് പോയതായിരുന്നല്ലോ. അതുകൊണ്ടാണ്. വേറെ കുഴപ്പമില്ല. തന്നെയാണ് തിന്നുമ്പോൾ മനസ്സിലാവും. പരുത്ത ആ മൂപ്പാ വേണ്ടേ? അല്ല, ഇച്ചിരി ഒരു മധുരപ്പല്ലേ? അതെ. ഇത് എടുത്തിട്ട് ആദ്യം എന്നെയാണോ വിളിക്കണ്ടേ? പിന്നെ അമ്മയെ വിളിക്കണ്ടേ? ഇപ്പൊ കാപ്പി കുടിച്ചിട്ടും കൂടെ പോയതാ വിളി. ഒരു മണിക്കൂറായി കാണും കൂടി വന്നാ. അപ്പോഴപ്പം നിന്നിട്ട് പോയത്. കാപ്പിയോ? അമ്മ എന്തിനാണ് കഴിക്കുന്ന ആഹാരം? നീ ഒന്നും നോക്കുന്നില്ല. ഞാനില്ലല്ലോ. ഞാൻ വിളിച്ചവരുമായിരിക്കും. വിളിച്ചു നോക്കേ. നീ വിളിച്ചവരും. ഞാൻ സാരിയൊക്കെ മടക്കി വെക്കുക. ചെറുക്കന് നോക്കോ? കഴിച്ചോടാ. ചൂടാ. കാണുമ്പോ തിന്നണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നല്ലതാണോ? എല്ലാത്തിനും ടേസ്റ്റ് എന്തോ ഒരു ഇത് വന്നേക്കുന്നേ. പഴുത്തിട്ടാണോ? മധുരമുള്ള അല്ലേ? അതാ. അപ്പൊ എന്റെ നിൽക്കുമ്പോഴും കറക്റ്റാ. പിന്നെ ഇതേ നല്ല കറുത്ത് പറഞ്ഞു. അത് നമുക്ക് ഇഷ്ടമല്ല. തീയലല്ല വെച്ചത്. തീയലല്ല, വറുത്തരച്ച കറിക്ക് ഗോൾഡൻ കളർ. അമ്മ പ്രത്യേകം പറഞ്ഞത് വിളിച്ചപ്പം കരിഞ്ഞു പോയല്ലേ, ഗോൾഡൻ കളറ് വന്നാൽ മതിയെന്ന്. കാരണം മറ്റേന്ന് വെച്ചാൽ തീയലെന്ന് പറഞ്ഞാൽ ഒരു കയ്പുള്ള ഒരു ചെറിയൊരു കയ്പാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് അത് തേങ്ങ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ഇതാണ്. അതിൻ്റെ അല്ല, പക്ഷെ മധുരം വന്നോണ്ടേ
അതങ്ങ് അങ്ങ് പഴുത്തായിരുന്നു. അതെ ഇത് കുഴപ്പമില്ല, എഴുതല്ല ചക്കയ്ക്ക് മതി. ടേസ്റ്റൊക്കെ ഉണ്ട്. ചക്കയുടെ ഇത് ചക്ക നല്ല ടേസ്റ്റാണ്. ശാംഭവിയെ വിളിക്കാൻ പോവാ. സിംബ ഇടയ്ക്ക് വിളിച്ചടിപ്പോയി. ഈ ഗേറ്റിനകത്തുനിന്നോ എങ്ങനെയോ ഇതിലെ കൂടെയോ ചെറിയ നുഴഞ്ഞിറങ്ങിപ്പോയി. കുറേ നേരത്തിന് കണ്ടില്ല. സാധാരണ ഇടയ്ക്കൊക്കെ അങ്ങ് കുറച്ച് നേരം അഴിച്ചു വിടുന്നത്. ഇപ്പോൾ പിടിച്ചകത്തിട്ടിന് ഇവനെ ഫുള്ള് വിട്ടേക്കുക റോക്കിയെ. പക്ഷെ അവനങ്ങനെ വലിയ പ്രശ്നമില്ല, ഒന്നും പോകത്തില്ല, ഇവിടെയൊക്കെ തന്നെ കാണും. അവിടെ വന്നാൽ മതിയായിരുന്നു. ആ ബസ് അതിലേ അവിടെ വരുന്നത്, ആ സൈഡിൽ. നീ പോയി അപ്പുറത്ത് നിന്ന് കൊച്ചിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ടോ. സ്കൂളിൽ വരുന്ന ഓട്ടോ ഓടിക്കാൻ അത് സാൻമേരിക്ക് അറിയാം. ആ ചേട്ടൻ നിർത്തി പൈസ മേടിച്ചില്ല. എന്നിട്ട് അവിടെ സ്റ്റാർട്ടിൻ്റെ അവിടെ വരുന്നു. അതല്ലേ നീ കൂടെ പായൊക്കെ മേടിക്കണ്ടേ? പോകണ്ടേ? വീട്ടിൽ പോകണ്ടേ? ഓട്ടോയ്ക്കോ? അല്ല, നടന്നാ പോകാം. വാ, ഇങ്ങോട്ട് വാ. ഇതാരാ അടി? ഇതാരാ നിൽക്കുന്നത്? ഇവിടെ ഇന്ന് മാല പൊട്ടിച്ച് ഇപ്പോഴത്തെ അതും പൊട്ടിച്ചു. ടീച്ചർ വിട്ടല്ലതാ മാലയോ? പിടിച്ചടി. ഉടുപ്പ് അകത്തായിരുന്നു ഇട്ടിരുന്നേ. ഇത് പിടി. ആ പോ. പോലെ ആ ഇങ്ങോട്ട് പോ. ഇവിടെ പോ. ഉണ്ടക്കമ്പേട് ഇനിയും കുറേ നടന്ന് പോവാം. അറിയത്തില്ല എനിക്ക്. അപ്പുറം കിടക്കണ്ടേ വണ്ടി? വാ വാ.
തന്നെ എന്നാ അത് തുറക്കാതെ അതൊക്കെ അവരൊന്നും തുറന്നോളൂ. നീ സ്കൂളിൽ പോയതാണോ അത് യുദ്ധത്തിനും വല്ലതും വേണം? കാല് വേണം. എന്നാ ജയ വീട്ടിലുണ്ട്. ഇവിടെ സ്കൂളിൽ പോയിട്ട് വന്നാ വിളിച്ചോണ്ടിരാൻ വേണ്ടി വന്നാ. അവിടെ ആ പാലത്തിൻ്റെ അവിടെ അവർ ഇറക്കി വിടുന്നത്. ഇപ്പോൾ കോസ്വൽ ബൈപ്പാസിൽ ഉണ്ട്. ആര്? ആ അപ്പുറത്തേ ഉണ്ട്, അപ്പുറത്തേ ഉണ്ട്. പഠിക്കാൻ പോകുന്നുണ്ടോന്ന് പോകുന്നുണ്ടോന്നടി സ്കൂളിൽ? വാ പാടി പോണ്ട നമുക്ക്. എന്നാണ്ട് മനസ്സിലായി. എവിടെ പോയാ? ഞാനേ സത്യമായി വീട്ടിൽ ഇരിക്കുവായിരുന്നു. ഇറച്ചി മേടിച്ചാലെന്ന് അവിടെ ഇതെന്നെ ഓണാക്കി വെച്ചിരിക്കാം. ഇപ്പൊ പരിപാടി എവിടെയാ? ഞാൻ മണിയാറ് പോലീസ് എന്നും പോവോ? അപ്പോൾ ഇല്ല, ഞാൻ നാളെ കഴിഞ്ഞ് പോകണം. 5 ദിവസം ഡ്യൂട്ടി, 5 ദിവസം പോകണം. അങ്ങനെയാണോ? ബസ്സിലാണ്. ആ പോകട്ടെ. ആ എന്നാടി എന്നാ ശ്യാം നാരായണ വഴക്കാണോടി? അപ്പുറം കിടക്കാം. ബാ ചാടിക്കോ. വണ്ടി വരുന്നോ നോക്കിയിട്ട് വേണം പോകാൻ. ഉണ്ടോ? വണ്ടി ഉണ്ടോ? ഇല്ല, മുണ്ടക്കമ്പീട് എത്തുമ്പോൾ നിനക്ക് അറിയത്തില്ലല്ലേ ഇപ്പോഴും. ആ പോട്ടെ, പോവാം. അവളുടെ കൂടെ പോടാ, അവളോടെ പോടി. അവളല്ലേ വിട്ടു പോവും, നിനക്ക് അവളൊപ്പം എത്താൻ പറ്റിയല്ല. കോലുമുട്ടായി ഒക്കെയോ പമ്മി പിടിക്കുവാണോ നീ? കുളിക്കാൻ പോകണോ? എന്നിട്ട് മുട്ടായി ഒക്കെ മേടിച്ച് കൊള്ളാലോ. പണിയില്ലായിരുന്നോടാ? എന്നാ പറയും? വാ. എടി ഫോൺ വിളിക്കുക. വാ, നാളെ നമുക്ക് സംസാരിക്കാം. വാ. എന്നോട് എന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന പറഞ്ഞു എന്നാന്നറിയോ? ഞാൻ പറഞ്ഞു വഴി കിടന്ന് ആരോടും മിണ്ടാൻ പോകണ്ട, നേരെ വീട്ടിൽ പോകാൻ. അതിലെ ഞാൻ പറയുന്നത്
ഇനി നീ പറയുന്നത് തന്നെയാണ്. വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി കുഴപ്പമില്ല. ജയമേടോ വിളിക്കുന്നു. വീട്ടിൽ തന്നിട്ട് തരാം. വേറെ വേഗം പോകണമെങ്കിൽ വേഗം തരാം. ആരോ വെട്ടി മാറ്റി വഴിയുന്നത്. വണ്ടി കയറി വരുമോ? സിംബ ചാടിപ്പോയി എവിടെയോ. എന്നിട്ട് എവിടുന്ന് വന്നേ? ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒറ്റ വരവായിരുന്നു. ഇവിടുന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ആ വലയുടെ അടിയിൽ കൂടെ കയറി പോകുന്നതാണോ സൈഡിൽ കൂടെ കയറി പോകുന്നതാണോ അറിയത്തില്ല. നന്നായിട്ട് പോകാൻ പറ്റും. ആ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാക്കിയോ? ഈ സ്പെഷ്യൽ സ്കൂളാണോ? ഇവിടെ എരുമേലിലുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പോയിട്ട് നല്ല ഇതായിരുന്നേ. അതുകൊണ്ട് അവിടെ ചേർത്ത ബസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു പക്ഷേ ഇപ്പം വൈകിട്ട് ആ ബൈപ്പാസിൻ്റെ അവിടെ വിടുന്നത്. രാവിലെ ഇവിടുന്ന് കൊണ്ടുപോകും. ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ പഠിച്ചില്ലെങ്കിൽ ഇല്ല കിട്ടിയില്ല. ഇവള് കൂട്ടുകാരെ എടുത്തു പോയതാ. ഇവള് ഇരിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റിയല്ലേ. ഒരു പ്രത്യേക ഇത് എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ 5-6 പിള്ളേരേ ഉള്ളൂ ഒരു ക്ലാസ്സിൽ, ഇവളുടെ ക്ലാസ്സിൽ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്നോ. ആ ആ എരുമേലി നമ്മൾ പോയി നോക്കിയില്ല എങ്ങനെ ഉണ്ടെന്നേ. ഇത് പോയി നോക്കിയപ്പം അവിടെ 26-ലെ ഡോക്ടറാണേലും അല്ല ഇങ്ങോട്ടാ പറഞ്ഞേ. ഇവിടെ നോക്കാനാ പറഞ്ഞേ. നല്ല 10. ആ ഇവളിപ്പോൾ എത്ര അവിടെ അങ്ങനെ ക്ലാസ് അല്ല. ആ ഇടയ്ക്കിടയ്ക്കൊരു തലക്കെട്ടടിക്കും. വേണ്ട വണ്ടിയുടെ ഫീസും പിന്നെ ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതിൻ്റെ ഉണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ഉള്ളൂ. നല്ല നൈറ്റ് എന്നും ഇതിലാവോ? എനിക്ക് ഇതാ ഇഷ്ടം. നൈറ്റ് സുഖമാണ്. നീ വന്നേ. ഇത് രണ്ടുപേരും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് അവള് നോക്കുന്നുണ്ടോ താഴെ? ഉണ്ടല്ലോ ഇവിടെ. ചക്കര കാത്തു തന്നെ പറഞ്ഞു. മാല ഇന്നും പൊട്ടിയോ? ടീച്ചർ ഊരി വെച്ചത് അത് അറിഞ്ഞതാണ്. അവള് പറഞ്ഞ ഊരെ അതുകൊണ്ട് ഊരി വെച്ചില്ല. സുന്ദരിയെ മടുത്തു മതി. എനിക്ക് വെള്ളം തരാൻ ശ്യാമമ്മ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. ഫോണില്ല അതാ. ഡാൻസ് വെള്ളം കൊടുക്കടി കൊച്ചിന്. വെള്ളം കൊടു. ഒന്നപ്പഴേ മാല എടുത്തല്ലോ.
ചോറ് തരാം, ചോറ്. അപ്പതേ കറി വെച്ചിട്ടുണ്ട്, കടച്ചക്ക. ആ കൈ കാലോ കഴിയട്ടല്ലേ. കുളിച്ചിട്ട് ദേഹം കഴിയിട്ടോ, നമുക്ക് കടച്ചക്ക കഴിക്കാം. വെള്ളം കുടിക്കുന്ന ചക്കനും മടുത്തടി. ഞങ്ങളാ മടുക്കുന്ന വെള്ളത്തോട് ഓടി ഇങ്ങോട്ട് കയറി. ആണോ? മരണയൊക്കെ മടുത്ത് കതച്ച് വേർത്ത്. അയ്യോ എന്നിട്ടിന്നോ ചോറുണ്ടോ? ചോറുണ്ട്, കടച്ചക്ക കറി വെച്ചിട്ടുണ്ട് കൊച്ചിന്. ഇത് തിന്നിട്ടേ ഡ്രസ് മാറണോ? മാറാം. ഇല്ല ചോറിനായിരുന്നടി കറി? ഇരിക്കട്ടെ കുറച്ചു നേരം. മോര് കറി മാത്രമോ? ലൈറ്റിലിട്ടാ ചൂട്. ചൂടോ? അലക്സ ഫാൻ ഇട്ടെന്നോ? ലൈറ്റോ? ചൂടാ, ലൈറ്റ് എടുക്കണം. ശ്രമിക്കാന്നേ. എന്നാ കറി എന്നായിരുന്നു? ഇല്ല. ഒന്നുമില്ലായിരുന്നു. അതിപ്പോ എടുക്കണ്ട. ആ പിന്നെ ചോറിനിട്ട് തരാം, ചോറിനിട്ട് താ. ചോറിനിട്ട് തരാം. ചോറ് താ. ചോറ് തരാം, കുളിക്കട്ടെ. ദേഹം കഴിയിട്ടോ. ഡ്രസ് മാറാൻ മുടി എനിക്ക് അത് എടുക്കില്ലെന്ന്. ഇതെന്റെ ആണോ? അതെ, അത് എടുത്താൽ ടീച്ചർ അടി തരും. നാളെ നിന്നെ അവിടെ സ്കൂളിൽ കയറ്റിയല്ല, പോ. അപ്പോൾ കുളിക്ക് പോയി. തലക്കിട്ട് അടി തുടങ്ങി. അത് എടുക്കരുതെന്ന് ടീച്ചർ വഴക്ക് പറയുന്നു. എന്റെ അല്ല. നിൻ്റെ അത്. പിന്നെ ഇത് പിന്നെ ആരുടെയാ? നിൻ്റെയാ? നിൻ്റെ സ്കൂളിൻ്റെയാ? അതിനകത്തായിരിക്കും മിക്കാറും. ഇവിടെ വാ. കഴിച്ചില്ല ഇന്ന്? വാ. കടച്ചക്കറിയോ? ഇളക്കട്ടെ? എങ്ങനെ? എങ്ങനെ വേണം തിന്നോ? ഇളക്കത്താ? ഇളക്ക, നീ ഇളക്കി തിന്നോ. ഇപ്പൊ കറി ആ, താമസാണെങ്കിലും കേട്ടല്ലോ. അതുകൊണ്ട് കൊള്ളാം. അപ്പൊ ഇരുന്നോ? അപ്പോൾ കഴിച്ചതാ, അപ്പോൾ ഇന്നോടെ കഴിക്കാം. ഗെയിം കഴിക്കില്ലേ? നീ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കഴിക്കാം. ഗെയിമാ? നാരായണേ, ചോറിനാ. ചക്ക എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കറി വേണം പറഞ്ഞാൽ മതി, തരാം. കിട്ടിയോ? ആ കിട്ടിയോ അല്ലേ? ചക്ക? ചക്കയല്ലടി ഇത്, കടച്ചക്ക. അറിയത്തില്ല, ഇന്നലെ നമ്മൾ കൊണ്ടുവന്നില്ലേടി അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പം? അക്ക തന്നില്ലേ താഴത്തെ? കടയിൽ പോയപ്പോ? ആ, കടയിലല്ലടി, സ്കൂളിൽ നിന്ന് നീ ഇന്നലെ വന്നപ്പം താഴത്തെ അക്ക തന്നില്ലേ? അതാ. ടീച്ചറെന്നെ പഠിപ്പിച്ചേ? ചിക്കൻ. ലിറ്റിയോ? ആ. ആറല്ലേ പേര് ലിറ്റിന്ന്? ടീച്ചറിന്റെയോ? ആ, പ്രിൻസിപ്പളിന്റെ പേര് ലിറ്റി സ്റ്റീഫനോ? എന്താ പഠിപ്പിച്ചോ? ആ പറയട്ടെ? ആ പറഞ്ഞോ. ABCD. ABCD പഠിച്ചോ? ഡോറേനെ കണ്ടു. ഡോറേനെ കണ്ടോ? ആ, എന്നിട്ട് ബസ്സിലാക്കണ്ടോ? ആ. ആൽബിൻ. ആൽബിനും? ആൽബിൻ. അവനില്ല. ആര്? സാമോയില്. ശാമൂലില്ലേ? ഷൂട്ടായ എറണാകുളത്ത് അവന്. അവൻ എറണാകുളത്താണോ? ആ, പുതിയോ? മതി. കാത്തു ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. കടയില. പിന്നെ അതിന്റെ പേരെന്ന് മുടി ഇട്ടത് അഭിനവ്. അവനാണോ? എനിക്കറിയത്തില്ല. അവരൊക്കെ പേര് ചോദിക്കണ്ടേ? അഭിനാഷ്. കൊച്ചൊന്ന് പഠിച്ചു വരട്ടെ. ആ ശരിയാ, സോറി. ഹെന്ന സിസ്റ്റർ എന്നാ പറഞ്ഞു? ഹെന്ന സിസ്റ്റർ പറയട്ടെ? പറഞ്ഞോ. ആ, അഭിഷേകം. 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 പിന്നെ നല്ല കറിയായിരുന്നോ? കറി നല്ലതാണിത്. ഈ കറി നല്ലതാണോ? അപ്പൊ ഇപ്പൊ ഉണ്ടാക്കിയേ?
ഇതൊക്കെ ആലോചിച്ച് പറയുക. ഞാൻ ഇനി സ്കൂളിൽ പോക്കോളാന്ന്. ഇഷ്ടപ്പെട്ടോ സ്കൂളൊക്കെ? ഇഷ്ടമാണോ പോകാൻ? പിന്നെ കൊച്ചു ബസ് അടിപൊളിയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതി ആർക്കോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ചാരോ പറഞ്ഞു. ആർക്കാ സ്തുതി കൊടുത്തേ? പള്ളി പോയോ? അല്ലേലും പറയുമല്ലോ, അല്ലെങ്കിലും സിസ്റ്റർമാരെ കണ്ട സെക്രട്ടറി പറയും. എപ്പോഴും ശരിയായിരിക്കട്ടെ. പ്രാർത്ഥനാപ്പാട്ടൊക്കെ പഠിച്ചോളൂ. ഇല്ല, അവനൊന്നും വന്നില്ലെന്നേ. അവനെ പണി കാണിച്ചേ. വീട്ടിലാ. കുട്ടപ്പായ ജാലിയുടെ സ്കൂളിൽ പോയോ? കുട്ടപ്പായ ഇല്ലേ? അവൻ വീടുന്നുണ്ട്. നാളെ പിള്ളേർക്ക് അവധിയാണ്. അല്ല, അവധി കിട്ടുമ്പോ അല്ല, അവധി കിട്ടില്ല പിന്നെ പിള്ളേരല്ലേ. ഇല്ല, നാളെ പോവും. നാളെ പോകട്ടോ. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു. തിങ്കളാഴ്ച ആയിരിക്കും. അവിടെ നിന്ന് ശനിയാഴ്ച ഏറ്റാൻ എടുത്തിട്ട് പോകണം. ഏറ്റാൻ തന്നെ വല്ലതും വെച്ചു കൊടുക്കുന്നത്. നല്ല വഴി. ഞാൻ നാളെന്ന് പറഞ്ഞ വല്ലതും വെച്ചു വേണ്ട, ഇത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് ചോറ് കറി ചെരുപ്പിട്ടില്ലേ? അത് അപ്പയുടെ ചെരുപ്പാ. ഇത് വലിയ വേണ്ട. വേണ്ട, ഇട്ടേക്ക്. ചെരുപ്പ് വേണ്ട, പൊക്കോ. ചള്ളയില്ല. ഇപ്പൊ ചള്ളയില്ലല്ലോ, പൊക്കോ. എന്നാ തോർത്തില്ല. നീ എവിടെ പോയതാ പിന്നെ? വീഡിയോ ഒക്കെ ഓരോ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ബിസിയോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാതാവുമോ, എന്തെങ്കിലും ഒരു പ്രശ്നം മാറ്റം വന്നു കഴിഞ്ഞാൽ അന്ന് വീഡിയോ ഇടാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടിയാണ് ശകലം ഗ്യാപ്പിട്ട് വീഡിയോ ഇടുന്നത്. പിറ്റേ ദിവസം ഇട്ടാൽ ഏതെങ്കിലും ഒരു ദിവസം വൈകിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ, ലെങ്ത് കൂടിയ വീഡിയോ വരുമ്പോൾ എഡിറ്റ് ചെയ്ത് തീരാതെ വരുമോ ചെയ്താൽ വീഡിയോ പിന്നെ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമയം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. കൊച്ചേ ഇവിടെ ഉറക്കാത്തെ ശ്യാമളമ്മ പിടിക്കാതെ കിടത്ത്. ശ്യാമളമ്മ കിടത്തിയതോ? നാളെ പെടുത്തോണ്ടോ? ഞങ്ങള് പറയാ ശ്യാമളമ്മ വെച്ചോളെ. രണ്ടും എത്ര എന്നാ പറഞ്ഞു? അമ്മ പറഞ്ഞു കൊടുത്തോ? 4 അറിയാവോ? പതിവില്ലാതെ തന്നെ ഒരു ഇടിച്ചാണോ? ശാംഭവി അപ്പനും മോളും കൂടെ തുടങ്ങിയടി. ശാംഭവി സ്കൂളിൽ പോകണ്ട നാളെ? നാളെ സ്കൂളിലുണ്ടോ? എന്നാ പിന്നെ കിടന്നുറങ്ങാൻ പറ്റായിരുന്നോ? അങ്ങനെ പറയാം. നാളെ അവിടെ സ്കൂളിൽ പോകണം വിചാരിക്കും. നാളെ പഠിത്തമില്ലടി. നാളെ അവധിയാന്ന് പറയുന്നത്. ലാസ്റ്റ് കുറച്ചു മുമ്പ് വരെ ഉണ്ടെന്നാ. ഇപ്പൊ ഇല്ല, നാളെ പഠിത്തമില്ല. നാളെ നമുക്ക് ശ്യാമളമ്മ ഇവിടെ ഇല്ലാത്ത കൊച്ചു കിടക്കാറും ഇല്ല. തല നമുക്ക് തിങ്കളാഴ്ച കഴിഞ്ഞ് പഠിത്തമുള്ളേ. ഓക്കെ, വീട്ടിൽ നാളെ അപ്പം പഠിത്തമില്ല കേട്ടോ. കാത്തൂനെയൊക്കെ ഇനി തിങ്കളാഴ്ച കാണാവേ. കാത്തൂനെ സാമുവലിനെയൊക്കെ കേട്ടോ. ഡ്രസ്സിന്റെ നിറം ആണോ?
തിങ്കളാഴ്ച വരുന്ന ഡ്രസ്സിനെ നിറവാനാണോ? അറിയത്തില്ല മോനെ, യൂണിഫോം കിട്ടുവാണെങ്കിൽ പഠിക്കുമോ. എന്നേരാന്നാ പറഞ്ഞ യൂണിഫോം? ഞാൻ പറഞ്ഞു എനിക്ക് ഞായറാഴ്ച ഇറങ്ങണമെന്നാ പറഞ്ഞേ. ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ട് നേട്ടങ്ങാട് കൊടുത്ത് വന്നിട്ട് തയ്ച്ചില്ലെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു നോക്കണം ഞായറാഴ്ച പറഞ്ഞാലും ഒന്ന്. സാമൂൻ അവന്റെ വീട്ടിലാ. അവന്റെ വീട്ടില്. ആ സ്ഥലം എവിടെയാ നീ പറ? ഞങ്ങൾക്കറിയാം. നീ എവിടെയാ സ്ഥലം? നീ പറ. എറണാകുളം. അവൻ പറഞ്ഞു എറണാകുളം. അവനായിരിക്കും വെള്ളപ്പുറം ആയിരിക്കും അവൻ. എറണാകുളത്ത് നാടി രാവിലെ ഒന്നും വരുന്നത് പറഞ്ഞു. എറണാകുളം. അല്ല ഇന്നലെ എന്നോട് ചോദിക്കാം എല്ലാവരുടെയും വീടും ഒക്കെ എവിടാന്ന്. ഓരോ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ചുമ്മാ അങ്ങനെ നുണ പറയരുത് അവളോട്. അതെല്ലാം ഓർത്തെടുത്തിട്ട് പിന്നെ അവള് അലമ്പുണ്ടാക്കും. ഞാനെല്ലാം ആ വേണ്ട, അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി. അത് വേണ്ടതല്ല, കള്ളം പറഞ്ഞു കൊടുക്കല്ലേ. ഒന്നാമത് അവളുടെ മെമ്മറിയിൽ ഒരു സാധനം കയറിയാൽ പിന്നെ അത് മാറത്തില്ല. 10 വർഷം കഴിഞ്ഞാൽ അങ്ങനെ പറയും. തെറ്റിച്ചു പറഞ്ഞു കൊടുക്കാം. ആ ഇത് അവന്റെ ശ്രീജിത്തിന്റെ അവൻ കല്യാണം പോലെ കഴിച്ചു ഉണ്ടായിടി. ഇത് ശ്രീജിത്തിന്റെ ആ പെണ്ണ് എന്നാ കല്യാണം പോലും കഴിച്ചിട്ടില്ല. അവനോട് പറഞ്ഞ് ഭാര്യ ചോദിച്ചു. അവൻ ലാസ്റ്റ് ഗതി കെട്ടിട്ട് പറഞ്ഞ് എന്നാ മഹാലക്ഷ്മി ചോദിച്ചു. ഇപ്പൊ എപ്പോഴും മഹാലക്ഷ്മിയെ ചോദിക്കും. ലക്ഷ്മി പെണ്ണുങ്ങളെ ലക്ഷ്മി എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പം ലക്ഷ്മി എന്തിയാന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പം പെണ്ണ് കിട്ടിയാലും ചോദിക്കും മറ്റേ മഹാലക്ഷ്മി ചെയ്തത്. അവന്റെ കാര്യം പോക്കാം. അവന്റെ കാര്യം പോക്കാം. പെണ്ണ് അവസാനം എല്ലാം കാണുമ്പോഴത്തേക്ക് അപ്പൊ ആരാ ഈ ലക്ഷ്മി ചോദിക്കും. അതുപോലെ ശ്രുതിയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. ലക്ഷ്മി ഒരു പേര് പറഞ്ഞു കൊടുത്തല്ലേ വിഷയം. സാമ്പാറോ പാമോയിലോ? നീയല്ല ചോദിക്കുന്നത്, നീയല്ല അവന്റെ ഫ്രണ്ട്. എറണാകുളം. ആഷിക്കോ? ആഷിക്കിന്റെ പാലായില് കേട്ടോ. ആഷിക്കിന്റെ വീട് പാലായില്. ആ പറഞ്ഞു വെച്ച്. ആ മതി. നീ വരാ. കാത്തൊരു സ്ഥലം കാത്തു. അപ്പം കിട്ടി ഞങ്ങൾക്ക് കിട്ടി, എല്ലാം കിട്ടി. ശാമ്പവിയുടെ സ്കൂളിന്റെ പേരെന്താണേ? മിടുക്കി. ശാമ്പവി എത്ര ക്ലാസ്സിലാ? പ്രൈമറി 2. ഇവിടെ വരെ ഒരു കൂട്ടുകാരൻ അത് അവനവിടെ നിൽപ്പുണ്ട്. ആ അങ്ങനെ വേണം വന്നാ പോകണോ? ഇപ്പോഴാണോ കട കിടക്കുന്നത്? 11 മണിയായല്ലോ. ആ നീ വന്നല്ലേ? എന്നെക്കാട്ടും ഇപ്പോൾ വന്നല്ലോ. എന്നാ എവിടെ പോവാ? നാളെ തിരിച്ചു പോവും. നാളെ ചിലപ്പടിക്ക് പോയിട്ട്. എല്ലാം ഉറങ്ങിയെന്ന് തോന്നുന്നു. നീ വീട്ടിൽ പോകുന്നുണ്ടോ? എവിടെ? ബാഗ് ഞാൻ ചുമ്മാ എടുക്കുന്നേ ഉള്ളൂ. എവിടെ പോയാലും ബാഗ് എടുക്കാം. അല്ല ഫോണൊക്കെ ആണേലും ബാഗിനകത്തോട്ട് എടുത്തോളാം. കയ്യിൽ പിന്നെ ഫോട്ടോ എല്ലാം കൈ പിടിക്കണ്ട. ഇപ്പം അത് മഴ നിന്ന് 2 ദിവസം കഴിയുമ്പോഴേ വെള്ളം മൊത്തം താഴും. ഒറ്റ ദിവസം പെയ്യാതിരുന്നാൽ മതി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളം ഉണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇതുപോലൊക്കെ തന്നെയാവും ഏകദേശം. തൃപ്പൂണിത്തറ കഴിയുന്നവരെ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? അതോ കഴിക്കാൻ കയറിയോ? ഇവിടുന്ന് പാല കഴിഞ്ഞു.
കുളത്തറ ഭയങ്കര തിരക്കായിരുന്നു. ആ 7 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാ. ആ കുളത്തറ വരുമ്പോൾ 8 മണി കൊണ്ടാണ് കഴിഞ്ഞത്. ഒരുപാട് തിരക്കായി. നാടിത് വരച്ചല്ലോ എന്താ പറയാലോ. കൊച്ചിന് ഉഷനായോ? ഇല്ല 10-ാം തീയതി ഞാൻ കണ്ടു. സെക്കൻഡ് അലോട്ട്മെന്റ് ആയിരുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞല്ലോ. ആ അതിന് എന്നാ സെക്കൻഡ്? 10-ാം തീയതി 15-ന് ക്ലാസ് തുടങ്ങും. 15-ന്. ആ എന്നാ ഇവിടെ കൊണ്ട് വിടുമെന്ന് അമ്മാര് വണ്ടിക്ക് വൈകുന്നേരം അവളെയും കൊണ്ട് പിന്നെ ഇങ്ങനെ വരണം. ഇത് ഇവിടെ ഉള്ള കടകളിലുള്ള എല്ലായിടത്തും കയറി വർത്താനവും പറഞ്ഞ് കാണുന്നവരോടെല്ലാം ഒരു അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് മേലോട്ട് കയറി പോയാൽ മതി. അതിനിടയ്ക്ക് പിന്നെ വീടുകളേ ഉള്ളൂ അവിടെ. എന്നാലും അവർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വർത്താനം പറയും. ഒരു തരത്തിൽ വേണം വലിച്ചുകൊണ്ട് പോകാം. രാവിലെ പിന്നെ അവർ ഇതിലെ ഇങ്ങനെ കറങ്ങി വരും. ആ പാലത്തെ കൂടെ വന്നിട്ട് അവിടെ വരും. അപ്പോൾ അവിടെ നിന്ന് കയറ്റി വിട്ടാൽ മതി. അത് കുഴപ്പമില്ല. അത് കഴിക്കാൻ ഭാഗ്യമായി. എന്ന് വെച്ചാൽ രാവിലെ ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി വരാൻ താമസിച്ച് കഴിഞ്ഞാൽ അലമുണ്ടാകും. അപ്പോൾ നമ്മൾ വന്ന് നിൽക്കുമ്പോഴേ വണ്ടി വരണം. പിന്നെ അവിടെ ഇപ്പോൾ ഒരു കസാര കിടപ്പുണ്ട് ആ വീടിൻ്റെ ഫ്രണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ വണ്ടി വരുന്നവർ അവിടെ ഇരുന്നോളും. ആ ഒന്നും വിഷയമില്ല. അതിപ്പോൾ ആരുടെ ഇപ്പം നിങ്ങളുടെ കൂടെ വിട്ടാലും പോരും. ഒരു വിഷയമില്ല. ആദ്യം കാണുവാണെങ്കിലും കുഴപ്പമില്ല. വേണ്ട അവിടെ ഫുഡെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ സ്നാക്സ് വല്ലതും രാവിലെ പോകുന്നതുകൊണ്ട് 7:30 ആകുമ്പോൾ പോകണം. 6 മണിയാകുമ്പോഴേ വരത്തുള്ളൂ വൈകിട്ട്. ആ അവിടെ പൊൻകുന്നത്തിന് അപ്പുറത്താണ്. ആ പൊൻകുന്നത്ത് പിന്നെ ഉണ്ടല്ലോ ഒരു 2-3 കിലോമീറ്റർ കൂടെ ചെങ്കല്ലേപ്പള്ളിക്ക്. ആ അവിടെ എല്ലാം കിടന്നു കാണുമോ നിങ്ങൾ? ഇതിലെ കാത്തിരിക്കുമായിരിക്കും. ഞാൻ ചെല്ലുമെന്ന് അറിയത്തുള്ളൂ. ആ നാളെ അപ്പോൾ പോകണ്ടേ ജോലിക്ക്? ലീവാണോ? ആ ആ ഞങ്ങളുടെ ലീവ് മാറ്റിയിട്ടില്ല. ആ നല്ലൊരു ലീവാക്കി. പിന്നെ കൊച്ചിന് നാളെ അവധിയാക്കി. ആ അവധിയാക്കി നാളെ. ഇപ്പോൾ വൈകിട്ട് ഒരു വന്നാലും ന്യൂസ് കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. മുസ്ലിം ലീഗ് എങ്ങാണ്ട് അവധി ആവശ്യപ്പെട്ടെന്ന് അങ്ങനെ ഞാൻ കണ്ടായിരുന്നു. ആ പിന്നെ അവധി പ്രഖ്യാപിച്ചു നാളെ. അപ്പം വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നാളെ ഉണ്ടെന്നുള്ളതാണ്. ആ നാളെ ഉണ്ടെന്നും പറഞ്ഞ് തന്നെ വാർത്ത വന്നു. ആദ്യം വന്ന് ന്യൂസ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇല്ലെന്ന് പറഞ്ഞാക്കി. ആ വേണ്ട, അല്ലെങ്കിൽ അവളെ പോകണമെന്ന് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അതറിയത്തില്ല എങ്ങനെയാണെന്ന്. ഇപ്പോൾ ചെന്നല്ലേ ഉള്ളൂ. ഇവിടെ അപ്പോൾ ഉണ്ടല്ലോ ആദ്യം തൊട്ട് ഒരു കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരുത്തുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനത്തെ ഒരു പഠിപ്പീരല്ല, അല്ലാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പീരല്ല. അപ്പോൾ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം തൊട്ട് തന്നെ എല്ലാ രണ്ടാമത്തെ ഒരു സ്റ്റേജ് തൊട്ട് തുടങ്ങും. എന്നിട്ട് പിന്നെ വേണ്ട, ഒന്നും കൊടുക്കണ്ട. നമ്മൾ വണ്ടിയുടെ പൈസ മാത്രം കൊടുത്താൽ മതി. പിന്നെ വേറെ ചെറിയ ചെറിയ ഓരോ അല്ലാത്ത ഇതൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് ഒന്നും പിന്നെ അവിടെ PTA ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതൊന്നും ആ അതുപോലെയൊക്കെ ഉണ്ട്. അല്ല അതും ഈ ഇൻഷുറൻസിൻ്റെ കൊടുക്കണ്ടായിരുന്നു. BPL ഒക്കെ ആയിരുന്നെങ്കിൽ. നമ്മൾ APL ആയതുകൊണ്ട് കൊടുക്കണം. ആ മാറ്റുന്ന സമയമെന്ന് പറഞ്ഞ് ഞാൻ മെമ്പറോട് ചോദിച്ചിട്ട് മെമ്പർ പിന്നെ ഒന്നും പറഞ്ഞില്ല. അത് ഒന്ന് കൊടുക്കണം. അത് നമ്മളുടെ കാര്യത്തിന് എന്നാത്തിനും എന്നാലും BPL കൂടെ ആണെങ്കിലാണ് അതിൻ്റെ എല്ലാ ഇതും കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ആ പറയാം. അവിടെ നിന്നാ പോകുന്നേ? ചേനപ്പാടിയിൽ നിന്ന്? ഞായറാഴ്ച പോകും. ആ ആ ആ ആ അപ്പോൾ ശനിയാഴ്ച അവധിയാണോ? അല്ലൊരു അവധിയാണോ? ആ ആ അപ്പോൾ 3 ദിവസമായി. 4 ദിവസം 3 ദിവസം. ആ ആ ശരി.
ഫോണുണ്ട് കയ്യിൽ ഫോണ്. എന്നായിരുന്നു? എനിക്ക് ഒരാളെ വിളിക്കാൻ വേണ്ടിയായിരുന്നു. ഓരോട്ടം വിട്ടാണ്. എനിക്കിതിവിടെ സ്ഥലം നടത്തില്ല. സാറും അച്ഛാ ഞാൻ വരിക്കാനും കയറിയപ്പോൾ എവിടെ വരണ്ടേ? എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ജോലി നേരെ പോയാൽ അറിയാം. എനിക്കറിയാം. ശരി. അല്ല ഇല്ലയാ